മലയാള സിനിമാ ലോകം ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടി വരുന്നു, ഏപ്രിൽ 10. ഏപ്രിൽ 10 ഉള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ചിത്രമെന്ന് നമ്മൾ കരുതുന്ന ബസൂക്ക റിലീഫാകുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ പടം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. പ്രൊമോഷൻ വളരെ കുറവാണ്. ഞാൻ അതിനെപ്പറ്റി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം പ്രൊമോഷൻ വളരെ കുറവാണ്. മമ്മൂട്ടി 100 കോടി അടിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമാണ്. ആരാധകർ വളരെ പ്രതീക്ഷയോടും മലയാള സിനിമ പ്രേമികളൊക്കെ വളരെ പ്രതീക്ഷയോടെ മമ്മൂട്ടിയുടെ ഈ ചിത്രത്തെ നോക്കി കാണും. പക്ഷേ ഇതിൻ്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഏപ്രിൽ 10 റിലീഫ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ റിലീഫിൻ ഡേറ്റ് എന്തോ അത്ര ശുഭകരമായ ദിവസത്തിലല്ല ഇത് റിലീഫ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും. കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒരു 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബഡ്ജറ്റുള്ളൊരു ചിത്രമാണിത്. അതിൻ്റെ പ്രൊമോഷൻ വളരെയധികം ഫ്ലോയാണ്. അതുപോലെ യാതൊരുവിധ പ്രൊമോഷനും ഇല്ല. അതുപോലെ ഇതൊരു പരീക്ഷണ ചിത്രം എന്ന് പലരും പറയുന്നത് കേട്ടു. ഒരു പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇത് ഈ കഥ പറയുന്നത് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നത് കണ്ടു. അത് എന്തുമാത്രം ഈ ടൈറ്റ് റിലീഫാണ് വരുന്നത്. കാരണം ഏപ്രിൽ 10 ഒത്തിരി ചിത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് അജിത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം. അപ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞപ്പം ആരാധകരെ ആവേശം കൊള്ളിക്കാനുള്ള പലതും ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 2-3 ടൈപ്പ് അജിത്തിനെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നു. അപ്പോൾ ആ രീതിയിൽ അജിത്ത് എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് ഈ ചിത്രവുമായിട്ട് വരുന്നത്. ആ സമയത്ത് അജിത്തിനെ സംബന്ധിച്ച് അജിത്തിന് മലയാളി പ്രേക്ഷകർ ഒത്തിരി ഉള്ള വ്യക്തി തന്നെയാണ്. കാരണം ഒത്തിരി ആരാധകരും മലയാളത്തിൽ തന്നെ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയപ്പം തന്നെ നമുക്ക് മനസ്സിലായി തമിഴ്നാട്ടിൽ നിന്ന് ഇന്നേ വരെ 7 കോടി രൂപ ഇത് പ്രീഫെയിൽ ഇനത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് എമ്പുരാൻ്റെ ഈ പ്രീഫെയിലൊക്കെ കണ്ടതിന് ശേഷം 7 കോടിയൊന്നും വലിയ തുകയായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും സാമാന്യം നല്ല കളക്ഷൻ തന്നെയാണ്. തുടക്കം വളരെ ഗംഭീരമായിട്ടാണ് അജിത്ത് തുടങ്ങിയിരിക്കുന്നത്. അതിനകത്തെ പല ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട പല സീൻ നോക്കിയപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കാനുള്ള പല ആരാധകരെ ആവേശം കൊള്ളിപ്പിക്കാനുള്ള പല സംഭവങ്ങളും അതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ബസൂക്ക റിലീസാവുന്നത്. അപ്പോൾ ഒരു പരീക്ഷണ ചിത്രത്തിലുപരി മമ്മൂട്ടിയിൽ നിന്ന് ആൾക്കാരെ ത്രസിപ്പിക്കുന്ന കാര്യത്തിലുള്ളൊരു ചിത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബസൂക്കയെ ഒരു പരിധിവരെ ബാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ വേറെ ഒരു ചിത്രമാണ് നമ്മുടെ ബേസിൽ ജോസഫ് ടൊവിനോ നിർമ്മിച്ച് ബേസിൽ നായകനായി ശിവപ്രസാദ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ചിത്രം. ബേസിലിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ആവറേജ് വിജയം നൽകുന്ന ഒരു ചിത്രം തന്നെയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വൻ വിജയമാകാറുമുണ്ട്. എന്നാലും ശരാശരി കളക്ഷൻ നൽകാൻ പറ്റുന്ന ഒരു നായകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇതിനകത്തെ മരണമാസം എന്ന ചിത്രത്തിന് അദ്ദേഹത്തിൻ്റെ ലുക്കുമൊക്കെ പ്രത്യേകം പെട്ടെന്ന് ശ്രദ്ധ നേടുന്നു. എനിക്ക് തോന്നുന്നു പല യൂട്യൂബർമാരെയും അനുകരിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ രസകരമായൊരു ചിത്രമാകാനാണ് സാധ്യത. അത് ഒരു മിനിമം ഗ്യാരണ്ടി ബേസിൽ ജോസഫിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം നമ്മൾ തരുന്നു. അതുപോലെ ടൊവിനോ ഇത് നിർമ്മിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ നസ്ലിൻ നായകനായിട്ട് വരുന്ന ഇടിപ്പടവാണ്. ബോക്സിംഗ് ആണെന്നത് ഇതിൻ്റെ പ്രമേയം. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം ഖാലിദ് റഹ്മാനാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ഖാലിദ് റഹ്മാനെ പറ്റി എല്ലാവർക്കും അറിവുള്ളതുപോലെ ഉണ്ട എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഉണ്ട സംവിധാനം ചെയ്ത, അതുപോലെ തന്നെ അനുരാഗ് കരിക്കുംവെള്ളം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് തുടങ്ങിയത്. ബിജു മേനോനും ആസിഫ് അലിയായിരുന്നു നായകന്മാർ. അതും വൻ വിജയമായി. ഉണ്ട ശരാശരി വിജയം നേടി. അതിൻ്റെ ഇടയ്ക്ക് തല്ലുമാൻ അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു. അങ്ങനെ ഖാലിദ് റഹ്മാൻ്റെ
മിക്കവാറും ചിത്രങ്ങളൊക്കെ വൻ വിജയം നേടിയത്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥ ആ രീതിയിലുള്ളതാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ആലപ്പി ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തെ ഈ ഏപ്രിൽ 10 റിലീഫാകുമ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത. അങ്ങനെ ഇത്രയും ചിത്രങ്ങളുടെ ഇടയിലാണ് മമ്മൂട്ടിയുടെ ഗ്ലാമർ സ്റ്റൈലിഷ് ലുക്കുമായിട്ടെത്തുന്ന ബഫൂക്ക റിലീഫാണ്. ബഫൂക്കയുടെ സംവിധായകനെ നമുക്കറിയാം, ഡീനോ ഡെന്നിഫ് അല്ലേ, കല്ലൂർ ഡെന്നിഫ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ തിരക്കഥാകൃത്തിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ചിത്രം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലുമാല ടൈപ്പ് ആയി മാറുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇതിൻ്റെ ബഫൂക്ക എന്ന് പറയുന്ന ഒരു വലിയ ചിത്രത്തിന് മോഹൻലാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോഴത്തെ മോഹൻലാലിനോടൊപ്പമോ ഒക്കെ നിർത്താൻ പറ്റുന്നൊരു നായിക നടൻ തന്നെയാണ് മമ്മൂട്ടി. സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ റിലീഫിങ്ങിൻ്റെ എണ്ണം നോക്കിക്കഴിയുമ്പം എനിക്കൊരു ഞെട്ടലുണ്ടായി. കാരണം 200 തിയേറ്ററിൽ മാത്രമേ ഇത് റിലീഫ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ 200 തിയേറ്റർ റിലീഫ് ചെയ്യുന്നു. കാരണം അജിത്തിൻ്റെ ചിത്രത്തിനുള്ള റിലീഫിങ് കേന്ദ്രങ്ങൾ വേണം, ജോഫോഫിൻ്റെ ചിത്രത്തിനുള്ള റിലീഫിങ് കേന്ദ്രങ്ങൾ വേണം, അതുപോലെ നെസ്റ്റിൽ എന്ന് പറയുന്ന യുവതാരത്തിൻ്റെ ചിത്രത്തിനുള്ള റിലീഫിങ് തിയേറ്റർ വേണം. അങ്ങനെ എല്ലാവരും കൂടെ പകുത്ത് കഴിയുമ്പം 200 തിയേറ്റർ മാത്രമേ ഈ ബഫൂക്കയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ ഈ പടത്തിൻ്റെ തുടക്കം തന്നെ പതറിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ചിത്രം ഏത് രീതിയിലാണ് എല്ലാ ചിത്രത്തിനേക്കാട്ടിലും മുന്നിൽ നിൽക്കുന്ന ചിത്രമായിരിക്കണം. 3 ചിത്രങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യണം. മലയാളത്തിൽ നിന്ന് 2 ചിത്രങ്ങൾ, തമിഴിൽ നിന്നൊരു ചിത്രം. ഈ 3 ചിത്രങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിൽ മുമ്പനായാൽ മാത്രമേ ബഫൂക്കയ്ക്ക് നേട്ടം ഉണ്ടാകുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൽ 4 ചിത്രങ്ങളും ഒരേപോലെ നല്ലതാണെങ്കിൽ കളക്ഷൻ പലതായിട്ട് തുല്യം വെച്ചു പോകും. അതുതന്നെയല്ല, ഒരു ചിത്രം വളരെ നല്ലതെങ്കിൽ ഈ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, കൂട്ടമായി ചിത്രങ്ങൾ റിലീഫ് ചെയ്ത് കഴിയുമ്പോഴേ ഏറ്റവും നല്ല ചിത്രത്തിന് അത് സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. ബാക്കി എല്ലാ ചിത്രങ്ങളുടെയും നമ്മൾ ഓരോ ചിത്രം കണ്ടു കഴിയുമ്പോഴും ഇന്നതിനേക്കാൾ നല്ലതാണ് അത് എന്ന് പറയും. ഇപ്പം ബഫൂക്ക നമ്മൾ ആദ്യമേ കണ്ടു, അല്ലെങ്കിൽ മരണമാഫ് ആദ്യമേ കണ്ടിട്ട് നമ്മൾ വന്ന് പറയുക മരണമാഫിനേക്കാളും നല്ലത് ബഫൂക്ക എന്ന് പറഞ്ഞു. ബഫൂക്കയ്ക്ക് അതുപോലെ ബഫൂക്ക കണ്ടതിന് ശേഷം മരണമാഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുക ബഫൂക്കയ്ക്കാളും നല്ലത് മരണമാഫ് എന്ന് പറയുമ്പോൾ അത് മരണമാഫിനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ കൂട്ടമായി റിലീഫ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. അപ്പം ഓരോ ചിത്രത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന അതിൻ്റെ കഥ തന്നെയാണ്. ജനങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു, വെക്കേഷൻ കാലത്ത് അടിച്ചു പൊളിക്കാൻ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതൊരു പരീക്ഷണ ചിത്രമാകുമ്പോൾ എന്നെ ഭയപ്പെടുന്നൊരു സംഗതി ഇതാണ്. പരീക്ഷണ ചിത്രം വെക്കേഷൻ കാലത്ത് റിലീഫാക്കി കഴിഞ്ഞാൽ അത് എന്തുമാത്രം വിജയമാകും, അതുമല്ല ഒരു കൂട്ടം ചിത്രങ്ങളുടെ കൂടെ റിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം വിജയമാകും എന്ന് നമുക്കറിയില്ല. മമ്മൂട്ടി കുറച്ച് നാളായിട്ട് ഒത്തിരി പരീക്ഷണ ചിത്രങ്ങൾ അഭിനയിച്ച് വിജയിച്ചിട്ടുള്ള, പക്ഷേ അതിൻ്റെ എല്ലാം റിലീഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊറ്റയുള്ള റിലീഫിങ് ഡേറ്റായിരുന്നു. അതിന് വലിയ ഏത് ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അത് വലുതായിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല. പ്രത്യേകിച്ച് കാലം ഏപ്രിൽ 10 കഴിഞ്ഞ് ഒരു കൂട്ടം നല്ല ചിത്രങ്ങൾ, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നല്ല ചിത്രങ്ങൾ വീണ്ടും റിലീഫ് ചെയ്യാനിരിക്കുന്നു. അപ്പം നീണ്ട ഒരു തിയേറ്റർ റണ്ണിങ് ഒന്നും കിട്ടാൻ സാധ്യതയില്ലാതാവും. ഏപ്രിൽ 25 തുടരുമെന്ന് പറയുന്നു, ലാലേട്ടൻ ചിത്രം വരുന്നു, ആസിഫ് അലിയുടെ ചിത്രം ഏപ്രിൽ തന്നെ കാണും എന്ന് പറയുന്നു. അങ്ങനെ ഒരു കൂട്ടം ചിത്രങ്ങളാണ് ഈ അവധിക്കാലത്ത് നമ്മളെ സന്തോഷിപ്പിക്കാനെത്തുന്നത്. അതിലേതൊക്കെ ചിത്രം വിജയിക്കത്തില്ല എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പം ബഫൂക്ക വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ ചിത്രങ്ങളും, ആദ്യമേ ഞാൻ പറയുന്ന മലയാള ചിത്രങ്ങൾ 2 കൂടെ വിജയിക്കട്ടെ അല്ലേ. 3 നമ്മുടെ മലയാള ചിത്രങ്ങളും തിയേറ്ററിൽ നിന്ന് സാമ്പത്തികമായ വിജയം ഉണ്ടാകട്ടെ. അതിനുശേഷം ഉണ്ടെങ്കിൽ അജിത്തിൻ്റെ ചിത്രവും കാണാം. ഏതായാലും ഏപ്രിൽ 10
ഒട്ടും സമയം കിട്ടത്തില്ല. കാരണം ഏതാണ് ആദ്യം കാണുന്നത് എന്നുള്ള ടെൻഷനിലാണ് ഞാൻ. ബെഫൂക്ക കാണുമോ? പക്ഷേ മമ്മൂട്ടി ചിത്രത്തിന് തന്നെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ ചിത്രം ആദ്യമേ കാണും, അതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കി എന്ത്. ലാലേട്ടൻ ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ ചിത്രം ആദ്യമേ കാണുമായിരുന്നു കേട്ടോ. പക്ഷേ ലാലേട്ടൻ ഇല്ലാത്തിടത്തോളം കാലം മമ്മൂട്ടി ചിത്രത്തിന് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യമേ മമ്മൂട്ടി ചിത്രം, അതിനുശേഷം എന്താ ബാക്കിയുള്ള ചിത്രങ്ങൾ, അതിൻ്റെ റിവ്യൂ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പം നിങ്ങൾ ഏത് ചിത്രം ആദ്യമേ കാണും എന്നുള്ളത് അറിയിക്കുമല്ലോ. അപ്പം പുതിയ ചിത്രങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.